പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തേക്കാർ മേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീർ
പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 23 അധ്യായം 7 വാക്യം വായിക്കുക. ഏദോമിനെ വെറുക്കരുത്, അവൻ നിന്റെ സഹോദരനല്ലോ. മിസ്രയീമിനെ വെറുക്കരുത്, നീ അവൻ്റെ ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ. 3-ാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് യഹോവയുടെ സഭയിൽ പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. ഏദോം എന്ന് പറയുന്നത്, ഏദോമ്യര് ഏശാവിൻ്റെ സന്തതി പരമ്പരയാണ്. ദൈവം കൽപ്പന കൊടുത്തു, ഏദോമ്യനെ വെറുക്കരുത്, ഏശാവിനെയും ഏശാവിൻ്റെ മക്കളെയും വെറുക്കരുത്. കാര്യം കൈപ്പുള്ള പേര് മുളച്ചതാണ്, എങ്കിലും അവർ വെറുക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ഏദോമ്യനെ വെറുക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പന, ഏദോം പാവം ചെയ്തെങ്കിലും ഏശാവ് പാവം ചെയ്തെങ്കിലും അവനെ ആരും ദ്വേഷിക്കരുത്, അവനെ വെറുക്കരുത്. തെറ്റ് ചെയ്തു, അവൻ്റെ ശിക്ഷ അവൻ്റെ തലമുറകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏദോമ്യര്. ഈ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 16 വാക്യം വായിക്കൂ. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടു വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബെത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. തുടർന്ന് വായിക്കുമ്പോൾ കാണാം, ഈ ഹേരോദ രാജാവ്, ശിശുക്കളെ കൊന്ന രാജാവ് ഏദോമ്യനായിരുന്നു. ഹേരോദ രാജാവ് ഏദോമ്യനായിരുന്നു, ഏശാവിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു. അതുതന്നെ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണാം ഈ ഹേരോദാവിനെ കുറിച്ച്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഹേരോദാവ് ഏദോമ്യനായിരുന്നു. വേദപുസ്തകം ശരിക്കും പഠിച്ചാൽ കാണാം, ഏദോമ്യനായിരുന്നു. ഏശാവിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനായിരുന്നു. ദൈവജനത്തിനെതിരായി നിന്നു, ദൈവജനത്തിനും ദൈവത്തിൻ്റെ വേലയ്ക്കും എതിരായി നിന്നു. ദൈവത്തിൻ്റെ മക്കളെ നശിപ്പിച്ചു, ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിച്ചു, നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊല്ലിച്ചു. ഹെരോദ രാജാവ് ഏദോമ്യനായിരുന്നു. ഏദോമ്യനായ ഈ ഹെരോദ രാജാവ് ഏശാവിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടയാളാണ്. ദൈവത്തിന് സ്തോത്രം. സന്തതി പരമ്പരകൾക്ക് നാശം വരും. ഏശാവിൽ ഒരാളിൽ യാക്കോവിനുള്ളതായ കയ്പ് മുളച്ചതുകൊണ്ട് ഏശാവിൻ്റെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നു. നിസ്സാരമല്ല. ഒരു ചെറിയ കയ്പുള്ള പേരേ ഉള്ളൂ. അനുജൻ യാക്കോബ് എന്നെ ചതിച്ചു എന്നവന് തോന്നിപ്പോയി. യാക്കോബ് അപ്പൻ്റെ മുമ്പിൽ കളവ് പറഞ്ഞ് എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം അവൻ മാറ്റിയെടുത്തു. എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം യാക്കോബ് എടുത്തു. അപ്പൻ്റെ അനുഗ്രഹം അപ്പനെ കബളിപ്പിച്ച് വാങ്ങി. ഈ ഒരു ചിന്തയാണ് ഏശാവിന് വന്നത്. കഥ നിങ്ങൾക്കറിയാമായിരിക്കുമോ? അപ്പനായ ഇസ്ഹാക്ക് വയസ്സനായി കണ്ണുകാഴ്ചയില്ലാതിരുന്നപ്പോൾ അപ്പൻ പറഞ്ഞു, ഏശാവിനോട് പറഞ്ഞു, മോനെ, നീ വേട്ട തേടി ഒരു മൃഗത്തെ പിടിച്ച് കൊണ്ടുവന്ന് കൊന്ന് അറുത്ത് പാകം ചെയ്ത് രുചികരമായ ആഹാരം ഉണ്ടാക്കി എനിക്ക് നീ ആഹാരം തരിക, ഞാൻ ആഹാരം കഴിച്ച് തൃപ്തനായി ഞാൻ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞു. അപ്പൻ എന്തോ ഏശാവിനോടൊരു പ്രത്യേക പ്രതിപത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏശാവിനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ റിബേക്ക അത് കേട്ടു. ഭാര്യ, ഇസ്ഹാക്കിൻ്റെ ഭാര്യ റിബേക്ക അത് കേട്ടു. ഏശാവിൻ്റെ അമ്മ ഇത് കേട്ടു. അമ്മയ്ക്കറിയാം, അമ്മയ്ക്ക് പ്രസവിക്കുമ്പോൾ തന്നെ അറിയാം മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നുള്ളൊരു വാഗ്ദത്തം അമ്മ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അപ്പൻ ഈ അബദ്ധം കാണിക്കരുത് എന്ന് വിചാരിച്ചു. അപ്പൻ ഈ ഏശാവിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടേണ്ടവനായ യാക്കോബിന് അനുഗ്രഹം കിട്ടുകയില്ലല്ലോ എന്ന് അമ്മ ഓർത്തു. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ള ഒരു വചനം നേരത്തെ തന്നെ റിബേക്കയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രസവത്തോടടുത്ത് തന്നെ വചനം കിട്ടിയതാണ്. അതുകൊണ്ട് റിബേക്ക പെട്ടെന്ന് തന്നെ യാക്കോബിനെ പറഞ്ഞ് ധരിപ്പിച്ച് അവന് രോഗമുള്ള ഉടുപ്പൊക്കെ ഇടിയിച്ച് അവൻ ആഹാരമെല്ലാം തയ്യാറാക്കി കൊടുത്ത് അവൻ ചെന്ന് അപ്പൻ്റെ മുമ്പിൽ നിന്ന് കളവ് പറഞ്ഞു. അപ്പാ, ഇതാ ഞാൻ നിൻ്റെ മകൻ ഏശാവ്. അവൻ യാക്കോബാണ്. ഞാൻ നിൻ്റെ മകൻ ഏശാവ് എന്ന് പറഞ്ഞു. നുണ പറഞ്ഞു. യാക്കോബ് നുണ പറഞ്ഞു. യാക്കോബ് ചെയ്ത് തെറ്റ് തന്നെയാണ്, തെറ്റ് തന്നെ. പക്ഷേ അത് വളരെ സംഭവിക്കേണ്ടതായ ഒരു കാര്യത്തിലേക്ക് വരുത്താൻ വേണ്ടിയായിരുന്നു യാക്കോബിനാണ് അനുഗ്രഹം കിട്ടുന്നത്. അപ്പം ഇസ്ഹാക്ക് യാക്കോബിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പറഞ്ഞു, മോനെ, നിൻ്റെ
ശബ്ദം കേട്ട് യാക്കോബ് എന്നതിൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്നില്ല, നീ വാസല യേശാവ് തന്നെയാണോ? അതേ അപ്പോൾ ഞാൻ നിൻ്റെ മകൻ യേശാവ്. അവൻ എനിക്ക് സംശയം മാറുന്നു. നീ അടുക്ക വന്നേ. അടുക്കളയിൽ വിളിച്ചു. ആസകലം തപ്പി തടവി നോക്കി. രോമമുള്ള ശരീരം. യേശാവിൻ്റെ ശരീരം രോമാവൃതമായ ശരീരമാണ്. യാക്കോവിൻ്റെ അങ്ങനെയല്ല. ശബ്ദം യാക്കോവിൻ്റേത്, ശരീരം യേശാവിൻ്റേത്. എന്തുവാകട്ടെ. ഇസ്ഹാക്ക് യാക്കോവിനെ അനുഗ്രഹിച്ചു. സ്തോത്രം. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. തന്ത്രപൂർവ്വം എൻ്റെ അനുഗ്രഹം അവൻ തട്ടിയെടുത്തു എന്നുള്ളതായ അവന് ശരിയായ രീതിയിൽ തോന്നല എന്നോട്. എൻ്റെ അനുഗ്രഹം എൻ്റെ അനുജൻ തട്ടിയെടുത്തു. പക്ഷേ അത് അവൻ്റെ ഹൃദയത്തിൽ കയ്പായിട്ടിരുന്നു. ആരെല്ലാം എന്തെല്ലാം അപഹരിച്ചാലും നീ ദൈവത്തോട് നിൽക്കുന്നെങ്കിൽ നിനക്കുള്ള അനുഗ്രഹം നഷ്ടപ്പെടുകയൊന്നുമില്ല. നിനക്കുള്ളത് നഷ്ടപ്പെടുകയില്ല. ആരെല്ലാം എന്തെല്ലാം നിന്നെ വഞ്ചിച്ചെടുത്താലും, ഏതെല്ലാം തരത്തിൽ നിന്നെ കബളിപ്പിച്ച് സമ്പത്ത് അപഹരിച്ചാലും, നിനക്കുള്ളത് എന്തെല്ലാം അപഹരിച്ചാലും, നിൻ്റെ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. പക്ഷേ ഏശാവിന് അനുഗ്രഹം കിട്ടേണ്ടി വന്നില്ല. കാരണം അവൻ തെറ്റ് ചെയ്തു പോയി, കയ്പ് വന്നുപോയി. യാക്കോബിനോട് കയ്പ് വന്നു. ഏശാവ് പറഞ്ഞു, ഇനി അവനെ കൊല്ലുവനെ, ഞാനവനെ കൊല്ലും, ഇനി അവൻ ജീവിച്ചിരിക്കുകയില്ല. സ്വന്തം സഹോദരനെ കൊല്ലുവാൻ ഏശാവ് പരിപാടി ഇട്ടു, സ്വന്തം അനുജനെ കൊല്ലാൻ. എൻ്റെ അനുഗ്രഹം അവൻ തട്ടിയെടുത്തു. എന്താ അതിന് കാരണം? എന്താണ് ഈ അനുഗ്രഹം? ജ്യേഷ്ഠാവകാശം പോയതിനെന്താ കാരണം? കാരണം ഏശാവ് ഭക്ഷണക്കൊതിയനായിരുന്നു, ഭോജനപ്രിയനായിരുന്നു. ഏശാവ് ആഹാരം നന്നായിട്ട് രുചികരമായി ഉണ്ടാക്കാൻ അറിയാം, അത് കഴിക്കാനുള്ള ആഗ്രഹവും ആർത്തിയുള്ളവനായിരുന്നു. യാക്കോബ് പായസം ഉണ്ടാക്കിയപ്പോൾ ഏശാവ് പറഞ്ഞു, നല്ല ചുവന്ന പായസം, കുറേ എനിക്ക് തരാമോ? തരാമല്ലോ, ഞാൻ തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് വെറുതെ ഞാൻ തരില്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഞാൻ കാര്യം ചെയ്യാം, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്കങ്ങ് വിൽക്ക്, അതിന് പകരം ഞാൻ ഒരു വയർ പായസം തരാം. ഏശാവ് കൊടുത്തു. എന്നെ ജ്യേഷ്ഠാവകാശം പോയി എന്നാ കുഴപ്പം? അതിൽ വല്ല കുഴപ്പമൊന്നുമില്ല, വേറൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ വിസ്മറിയില്ലേ ആവശ്യം? തൽക്കാലത്തെ സുഖത്തിന് വേണ്ടി നിത്യമായ സൗഭാഗ്യം ഏശാവ് നഷ്ടപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്, അല്പനേരത്തെ സുഖത്തിന് വേണ്ടി, അല്പനേരത്തെ രസത്തിന് വേണ്ടി, അല്പനേരത്തെ മധുരത്തിന് വേണ്ടി നിത്യമായ സൗഭാഗ്യമാണ് ഏശാവ് നഷ്ടപ്പെടുത്തിയത്. ഏശാവ് അരവയർ പായസം കിട്ടുന്നതിന് വേണ്ടി സ്വന്തം ജ്യേഷ്ഠാവകാശം അനുജന് വിറ്റു. അനുജന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഏശാവിന് പറ്റിയ അപകടം അത് തുടർന്ന് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി ദിവസം 28-ാം അധ്യായത്തിൻ്റെ ആദ്യഭാഗം വായിക്കുമ്പോൾ കാണാം. അവൻ്റെ വിവാഹത്തിന് ശേഷം അവൻ അപ്പനും അമ്മയ്ക്കും മുള്ളായി തീർന്നു, പ്രയാസമായി തീർന്നു. അപ്പോൾ ഒന്ന് വായിക്കേണ്ട, അവളുടെ പ്രയാസങ്ങൾ ആ കുടുംബത്തിലുണ്ടായി. ഏശാവ് മൂലം പല പ്രശ്നങ്ങളുണ്ടായി. അവൻ്റെ സന്തതി പരമ്പരകൾ നാശത്തിലേക്ക് പോയി. ഇനിയൊരു കാര്യം ഓർത്തുകൊള്ളൂ, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നില്ലെങ്കിൽ, ദൈവം പ്രസാദിക്കത്തക്കൊണ്ട് നിന്നില്ലെങ്കിൽ, വിലപ്പെട്ടത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിന്നാൽ, അല്പനേരത്തെ സുഖത്തിനോ മധുരത്തിനോ വേണ്ടി ഏറ്റവും വിലയേറിയ നഷ്ടപ്പെടുത്തി നിന്നാൽ, അത് നിങ്ങൾക്ക് മാത്രമല്ല തലമുറകൾക്ക് ശാപമായി തീരും, തലമുറകൾക്ക് ദോഷമായി തീരും. ഇക്കാര്യം നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തലമുറകൾക്ക് ദോഷമായി തീരും. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുന്ന വേദപുസ്തകം പറയുന്നു. പുറപ്പാട് 20:5. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. സ്തോത്രം. പുറപ്പാട് 34:7. സംഖ്യാപുസ്തകം 14:17. പുറപ്പാട് 34:7. തലമുറകളിലേക്ക് വരികയാണ്. 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഒരു കൈപ്പുള്ള പേര് മുളച്ചേ ഉള്ളൂ. നോക്കൂ, തലമുറകളിലേക്ക് പടരുകയാണ്. ഒരു കയ്പുള്ള പേര്, ഒരു നീരസം, ഒരു കയ്പ്, ഒരു ഇഷ്ടക്കുറവ്, ഒരു മുഷിച്ചൽ, ഒരു വാശി, അല്പം നിസ്സാരമെന്നേ തോന്നുകയുള്ളൂ. വേണമെങ്കിൽ സാധനം വേണമെങ്കിൽ പറയുകയും ചെയ്യാം, എനിക്ക് കോപം വന്നതിന് കാരണമുണ്ടല്ലോ, എനിക്ക് കയ്പ് വന്നതിന് കാരണമുണ്ടല്ലോ, അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചിട്ടല്ലേ, എൻ്റെ ജ്യേഷ്ഠാവകാശം അവൻ തന്ത്രപൂർവ്വം അപഹരിച്ചിട്ടല്ലേ, വേണമെങ്കിൽ പറയാം. പക്ഷേ അവൻ അതിൻ്റെ വേരവൻ മനസ്സിലാക്കിയില്ല. അവൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അല്പം പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശത്തെ അവൻ വിറ്റ് കളഞ്ഞു. അതവൻ മറന്നുപോയി.
അവന് പറ്റിയൊരു അബദ്ധമാണ് ഇതിനെല്ലാം കാരണം. അവന് പറ്റിയൊരു അബദ്ധം. അവൻ കയ്പ് വെച്ചുകൊണ്ടിരുന്നു, പിന്നെയും പിന്നെയും തലമുറകളിലേക്ക് അത് പകരുകയാണ്. സംഖ്യാപുസ്തകം 14:17. യഹോവ ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കളിയല്ല, നിസ്സാരമല്ല. ഓരോ പാപത്തിലേക്ക് നാം പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ശിക്ഷാവിധി നാം ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. ശിക്ഷാവിധി. മക്കൾക്ക് വേണ്ടി രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടി ബാങ്കിൽ നിക്ഷേപമുള്ളവരുണ്ട്, മക്കൾക്ക് വേണ്ടി നേരത്തെ സീറ്റ് റിസർവ് ചെയ്യുന്നവരുണ്ട്. നല്ലത്. പക്ഷെ മക്കൾക്ക് വേണ്ടി അത്യനർത്ഥങ്ങളും അത്യാഹിതങ്ങളും റിസർവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പാപം ചെയ്യുന്നവൻ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അപകടങ്ങൾ റിസർവ് ചെയ്യുകയാണ്. അപകടങ്ങൾ മുൻകൂട്ടി നേടുകയാണ്. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ആവർത്തനം 5:9. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. പിതാക്കന്മാരുടെ അകൃത്യം ഇങ്ങനെ പിന്തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഒരു കാലത്ത് നല്ല ആഠ്യത്വമുള്ള തറവാടുകൾ പെട്ടെന്ന് മുടിഞ്ഞു പോകുന്നത്? ഒരു തലമുറക്കാലം നല്ല സമ്പത്തും ഐശ്വര്യമൊക്കെ ആയിരുന്നു, പിന്നെ ഇതാ ഇടിഞ്ഞ് എല്ലാം തകർന്നു പോകുന്നു. എന്താണ് കാരണം? കാരണമുണ്ട്. പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും പകരുകയാണ്. ചില രോഗങ്ങൾ, മാറാവ്യാധികൾ വരുന്നു. എന്താണ്? അതിന് കാരണമുണ്ട്. തലമുറകളുടെ ശാപം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടാനല്ല, കാര്യം പറഞ്ഞു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലെ കാര്യം കൂടി ഞാൻ ഓർക്കുന്നു. ഈ വീട്ടിൽ 5 മരണം നടന്നു. 5 മരണം. എൻ്റെ അപ്പൻ മരിച്ചു, അന്ന് എനിക്ക് 1 വയസ്സ്. ചേട്ടൻ മരിച്ചു, എനിക്കിന്ന് 2 വയസ്സ്. ചേട്ടന് 13 വയസ്സ്, അപ്പന് 33 വയസ്സ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു. 5 മരണം. എനിക്ക് ഒന്നും അറിയാൻ വയ്യായിരുന്നു. ആത്മീയമായ സത്യങ്ങളൊന്നും ഞാൻ പഠിച്ചത് പിന്നീടാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കി, ഏതോ ചില ശാപങ്ങൾ ഈ ഭവനത്തെ പിന്തുടരുന്നുണ്ട് എന്ന്. ഏതോ ഒരു ചില ശാപങ്ങൾ, ഏതോ മരണത്തിൻ്റെ ശാപം ഈ ഭവനത്തെ പിന്തുടരുന്നു. ആരും അടിച്ചേൽപ്പിച്ചതല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പൂർവികന്മാരുടെ കാലത്ത് എന്തെങ്കിലും സംഭവിച്ചോ എനിക്കറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ജീവനുള്ള ദൈവം ഒരു ഭാഗ്യം തന്നു. എൻ്റെ കാലത്ത് ഞാൻ യേശുവിനെ കൈക്കൊണ്ടതോടുകൂടി ശാപങ്ങൾ കർത്താവ് മുറിച്ച് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തുടർന്നു വന്ന ശാപങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകരാതെ കർത്താവ് മുറിച്ചു മാറ്റി. അങ്ങ് വർഷങ്ങളായും തലമുറകളായും വന്നുപോയ ശാപങ്ങൾ, അത് എൻ്റെ കാലത്ത് അത് കർത്താവ് മുറിച്ചു മാറ്റാൻ തിരുമനസ്സായി. അതിന് കാരണമോ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്താൽ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്നു. അതിന് കാരണമോ ദൈവത്തിൻ്റെ വചനം എനിക്ക് ലഭിച്ചു. സ്തോത്രം. അതിന് കാരണമോ ദൈവത്തിൻ്റെ വചനം പറയും ദേവദാസന് ഒരാൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ശാപങ്ങൾ മുറിച്ചു മാറ്റി. സഹോദരങ്ങളെ, ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. കർത്താവേ, തലമുറകളായുള്ള ശാപങ്ങൾ എൻ്റെ മേലുമുണ്ട്, എൻ്റെ കുടുംബത്തിന്മേലുണ്ട്, എൻ്റെ മക്കളുടെ മേലുണ്ട്. എൻ്റെ ഈ പ്രായത്തിൽ, ഇന്ന് കേൾക്കുന്ന ഈ ദിവസത്തിൽ, ഇന്ന് ഈ പ്രായത്തിൽ അത് നാഥ നിൻ്റെ ജയമുള്ള സ്ലീബായാൽ മുറിച്ചു മാറ്റണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജയമുള്ള സ്ലീബായാൽ മുറിച്ചു മാറ്റണമേ. മാറാ രോഗങ്ങൾ വരുന്നു. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ബുദ്ധിക്കുറവ് മറ്റുള്ളവരായിട്ട് ജനിക്കുന്നു, ചില അവയവങ്ങളുള്ളവരായിട്ട് ജനിക്കുന്നു, ചില പെട്ടെന്നുള്ള അത്യാഹിതങ്ങൾ വരുന്നു, അടിക്കടി ദുരിതങ്ങളും ആപത്തുകളും വരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. സ്തോത്രം. നിങ്ങൾ പറയണം ഇപ്പോൾ, വേറൊന്നും ചെയ്യണ്ട. കർത്താവേ, ഞാനോ പാവിയായ മനുഷ്യൻ, എങ്കിലും ഞാൻ നിൻ്റെ വചനം കേൾക്കുകയാണല്ലോ. ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ മേലിൽ നിന്ന് ശാപങ്ങൾ മുറിച്ചു മാറ്റണമേ. ജയമുള്ള സ്ലീവ കർത്താവേ, കുരിശിലെ തിരുമരണം, കുരിശിലെ രക്തം, അതിനാൽ എൻ്റെ ശാപങ്ങളെല്ലാം മുറിച്ചു മാറ്റണമേ. എൻ്റെ മക്കളുടെ മേലത് വരരുതേ. എൻ്റെ മക്കളുടെ മേലത് വരരുതേ. അവർക്കാർക്ക് ശാപം ഉണ്ടാകരുതേ. കർത്താവേ, ഞാനൊരാൾ വിശുദ്ധനായി നിന്നുകൊള്ളാം. ഹല്ലേലൂയ. ഞാനൊരാൾ നിൻ്റെ ഒരു പരിശുദ്ധനായി നിന്നുകൊള്ളാം. ഞാനൊരാൾ കറതീരണ്ടാതെ നിന്നുകൊള്ളാം. ദൈവമേ, ഞാൻ ഒരാൾ ചെളി പറ്റാതെ നിന്നുകൊള്ളാം. പാപത്തിൽ ലോകത്തിൻ്റെ മാലിന്യം പറ്റാൻ ഞാൻ നിന്നുകൊള്ളാം. കർത്താവേ, അതെൻ്റെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ്. തലമുറകളിലേക്ക് പകരുന്നതായ അശുദ്ധിയുടെയും ശാപത്തിൻ്റെയും വ്യാപാരങ്ങളിൽ മാറ്റി എൻ്റെ ജീവിതത്തിലെ ശാപങ്ങൾ മുറിച്ചു മാറ്റി കർത്താവേ, നീ എന്നെ നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുമാക്കി തീർക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശു പ്രതീക്ഷയോടെ നിൽക്കുകയാണ്.
യെരമ്യാവിൻ്റെ പുസ്തകം 32 അധ്യായം 18 വാക്യം വായിക്കാം. യെരമ്യ 32:18. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. ദൈവമേ, പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മേൽ തലമുറകൾക്ക് പകരം കൊടുക്കുകയും ചെയ്യുന്നു. ഒന്ന് വായിച്ചു. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരുടെ കാലത്ത് പല അക്രമങ്ങൾ നടന്നിട്ടുണ്ടാകുമോ? പല സാധുസ്ത്രീകളെ വഞ്ചിച്ച് കാണുമോ? ചില പാവപ്പെട്ട വിധവയെ ഉപദ്രവിച്ച് കാണുമോ? ഏതെങ്കിലും കൊലപാതകം നടത്തി കാണുമോ? ദൈവത്തിന് സ്തോത്രം. ആർക്കെങ്കിലും ഉപദ്രവം വരുത്തി കാണുമോ? ആർക്കെങ്കിലും നഷ്ടം വരുത്തി കാണുമോ? പിതാക്കന്മാരുടെ കാലത്ത് എന്തെങ്കിലും നടന്നു കാണുമോ? ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം ശാപങ്ങളാണ് പിന്തുടരുന്നത്? കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, പരസംഗങ്ങൾ, വേശ്യാസംഘങ്ങൾ. പ്രിയപ്പെട്ടവരെ, ചതിച്ച് രൂപ സമ്പാദിച്ചത്, വഞ്ചനകൾ, മോഷണങ്ങൾ, അന്യൻ്റെ മുതൽ കയ്യിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം. ഈ ശാപങ്ങളെല്ലാം മുറിക്കാൻ കർത്താവായ യേശുക്രിസ്തു ഗോകുൽത്തായിൽ 3 ആണികളിൽ തൂങ്ങി. ഈ തലമുറയിലുള്ള നമ്മുടെ ശാപങ്ങൾ മാറ്റാൻ 2000-ലേറെ വർഷം മുമ്പ് യേശുക്രിസ്തു ഗോകുൽത്തായിൽ കുരിശിന്മേൽ തൂങ്ങി. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്തൊരു ഭാഗ്യം സഹോദരങ്ങളെ! ഈ ശാപങ്ങളെല്ലാം മാറ്റാൻ ക്രിസ്തു കുരിശിൽ ശാപമായി തീർന്നു. ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. സ്തോത്രം. ഞാൻ ശപിക്കപ്പെടേണ്ടതിന് പകരം എൻ്റെ ശാപം ക്രിസ്തു ഏറ്റെടുത്തു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പിന്നെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ശാപം മാറ്റി. ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. കൊടുത്ത വിലയോ? യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം. സ്തോത്രം. നമ്മുടെ ശാപം മാറ്റാൻ യേശുക്രിസ്തു കൊടുത്ത വില യേശുവിൻ്റെ രക്തമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഒരുപക്ഷേ കാരണവന്മാരുടെ കാലത്ത് എന്തായാലും തെറ്റുകളൊന്നും നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവില്ല. എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ശാപങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം അപ്പൻ ഒരു നീതിമാനായിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ അപ്പൻ വളരെ വളരെ മാന്യമായി ജീവിച്ച ഒരാളാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം തന്നെ ലോകപ്രകാരം മാന്യതയുള്ളവരാണ്. ഏറ്റവും മാന്യതയോട് ജീവിക്കുന്നവരാണ്. വേറെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ, മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ മാനമര്യാദയായി ജീവിക്കുന്ന ഒരു പാരമ്പര്യമാണ് കുടുംബങ്ങളിലുള്ളതല്ല. എല്ലാ കുടുംബങ്ങളിലും, ഇവിടെ മാത്രമല്ല, എല്ലാ കുടുംബങ്ങളിലും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ എവിടെയാണ് ശാപം തുടങ്ങിയത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നറിയാം, ശാപം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദൈവവേദനയെ നീ ഒരു കാര്യം ചെയ്യൂ. നിൻ്റെ മേലുള്ള ശാപങ്ങൾ മുറിച്ചു മാറ്റാൻ യേശുവിനോട് നിങ്ങൾ യാചിക്കൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കർത്താവായ യേശുവിൻ്റെ തിരുരക്തങ്ങളുടെ മേൽ തളിച്ച് നിങ്ങളുടെ ശാപങ്ങൾ മാറ്റിത്തരും. സ്തോത്രം. എല്ലാം മാറ്റിത്തരും, എല്ലാം കഴുകിത്തരും. തലമുറകളായി പടർന്ന് കയറി വരുന്നതായ ശാപങ്ങളെല്ലാം മാറ്റാൻ കർത്താവായ യേശുവിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. എല്ലാ ശാപവും മാറ്റുന്ന കർത്താവായ യേശുവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഇരുപ്പുറപ്പിച്ചു. കർത്താവ് തൻ്റെ വചനം എൻ്റെ നാവിൽ നിക്ഷേപിച്ചു. പക്ഷേ അപ്പോഴും ശാപത്തിന് ചില ചെറിയ നൂലുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ശാപങ്ങളെല്ലാം മുറിച്ച് മാറ്റാൻ നിനക്ക് കഴിയും. എൻ്റെ മേലുള്ള സകല ശാപങ്ങൾ മാറ്റാൻ നിനക്ക് കഴിയും. നിനക്ക് മാത്രമേ കഴിയുള്ളൂ കർത്താവേ. ഒരു മനുഷ്യൻ സാധിക്കുകയില്ല. പ്രാർത്ഥനയാൽ ഉപവാസത്തിലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നതല്ലെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. പ്രാർത്ഥനയാൽ ഉപവാസത്തിലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നതല്ല. പ്രാർത്ഥനയോട് ഉപവാസത്തോടും കൂടി ഞാൻ ഇരുന്നു കൊള്ളാം. കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. ഞാൻ തിരുമുമ്പാകെ വണങ്ങി നിന്നുകൊള്ളാം. ഇനി അരുതാത്ത ജീവിതം നയിക്കുകയില്ല. വന്നുപോയ തെറ്റുകൾ എൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ മക്കളുടെ മേലത് വ്യാപിക്കല്ലേ. മക്കളുടെ മക്കൾക്കും നാശമായും ശാപമായും തീരല്ലേ. ഇപ്പോൾ ഞാനിതാ എൻ്റെ സർവ്വാത്മന ഞാൻ നാഥ എന്നെ നിനക്ക് തരുന്നു. എൻ്റെ ജീവിതം നിനക്ക് ഞാൻ അടിയറ വയ്ക്കുന്നു. കുരിശ് ചുവട്ടിലേക്ക് ഞാനിത് അർപ്പണം ചെയ്യുന്നു. യേശുവേ, നിൻ്റെ ജയമുള്ള ശ്രീവായുടെ ചുവട്ടിൽ ഞാൻ വീണ് കിടക്കുന്നു. എൻ്റെ മേൽ തൃക്കരം വെക്കണമേ. ആ
രക്തം പുരട്ടണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ നാഥ, എൻ്റെ ശാപങ്ങളെല്ലാം മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിലോ എൻ്റെ കർത്താവേ, തലമുറകളായ യേശാവിന് ദോഷം വന്നതുപോലെ ഏതോമ്യർക്കെല്ലാം എല്ലാം തിന്മകൾ സംഭവിച്ചതുപോലെ നാഥ, എനിക്കും എൻ്റെ തലമുറകൾക്കും ദോഷം വരല്ലേ നാഥ, നീ എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിന് നിങ്ങളൊരു വാക്ക് പറയൂ, കർത്താവേ, ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല എന്ന നിൻ്റെ തിരുവചനത്തിലെ വാക്ക് എനിക്ക് അന്വർത്ഥമാക്കി തരണമേ. വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ, ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. അത് നിങ്ങൾ കേൾക്കണമോ പ്രിയപ്പെട്ടവരെ? യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല എന്നുള്ള ദൈവത്തിന് അത് നിങ്ങൾ കേൾക്കണമോ? കഷ്ടനഷ്ടങ്ങൾ വന്നത്, ദുരിതങ്ങൾ വന്നത്, ആപത്തുകൾ വന്നത്, അത്യാഹിത മരണങ്ങൾ സംഭവിച്ചത്, എൻ്റെ കർത്താവേ, എല്ലാം തിരുമുമ്പാകെ ഞാൻ കൊണ്ടുവരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ അതിന് കാരണം എന്താണെന്ന്. എന്നാൽ എൻ്റെ കാലത്ത്, എനിക്ക് ആയുസ്സുള്ള കാലത്ത് ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തെ ഞാൻ ആശ്രയിക്കുന്നു. യേശുക്രിസ്തു ജയമുളിസ്ലിവായെ ഞാൻ മുത്തുന്നു. ഇപ്പോൾ നാഥ, നിന്റെ തൃക്കൻ എൻ്റെ മേൽ വയ്ക്കണമേ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങളെ ഏഴാം പ്രതി സ്നേഹിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇപ്പോൾ തിരുമുൻപാകെ തലമുണക്കിയിരിക്കുന്ന മക്കളെ എല്ലാം അവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. തൃക്കരുന്ന മക്കളുടെ ശിരസിന്മേൽ വയ്ക്കണമേ കർത്താവേ. തിരക്തത്താൽ നിന്റെ മക്കളെ കഴുകണമേ കർത്താവേ. സകല ശാപങ്ങളും സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുമാറാകണമേ കർത്താവേ. എല്ലാവരെയും സമാധാനത്തിലേക്ക് നയിക്കണമേ, നിത്യജീവനിലേക്ക് നയിക്കണമേ, അവിടെ രണ്ടാമത്തെ വരവിലേക്ക് നയിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.